നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ മീനാക്ഷി കാർത്തിയും ചുറ്റിച്ചുകൊണ്ട് കുഞ്ഞുമായിട്ട് എവിടെ പോയതാ? കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതല്ലേ? ഒന്നും അങ്ങോട്ടൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവൾക്ക് എന്തു പറ്റി? വക്രബുദ്ധി കൊണ്ട് ആരുടെ കുതികാല് വിട്ടണോന്ന് ആലോചിക്കുവാണോ? നാളെ മറ്റന്നാളോ ഒന്ന് ഡോക്ടറെ കാണാൻ പോവാം. അതെന്തിനാ? ഈ പാലുകൂടി നിർത്താറായോന്ന് ചോദിക്കാം. ഡോക്ടർ പറഞ്ഞ കാലാവധിയൊന്നും ആയില്ല. എങ്കിലും മീനാക്ഷി പറയുന്ന പോലെ തന്നെ ചെയ്യാം. നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പ്രസവിക്കുന്നതിന് മുമ്പേ സ്നേഹമയ്യായ ഒരമ്മ. ഈ ലോകത്ത് ഇങ്ങനെ അമ്മമാരുണ്ടോ? ദേ നോക്ക്, വൈഗമോള് എന്റെ മീനാക്ഷിയുടെയും കുഞ്ഞ്. മൈഥിലി എത്ര മയക്കിയാലും നമ്മുടെ കുഞ്ഞ് ഒരിക്കലും അവളുടേതാവില്ല. എന്റെ മീനാക്ഷി അക്കാര്യത്തിൽ പേടിക്കണ്ട. മീനാക്ഷി എന്റെ മുമ്പിൽ നിന്ന് കരയരുത്. നീ കരയുമ്പോ എന്റെ ഇടം നെഞ്ചിന വല്ലാത്ത വേദന. ഇല്ല, ഞാൻ കരയില്ല. കുഞ്ഞ് നല്ല ഉറക്കവാ. അമ്മയും ഉറങ്ങിക്കോളൂ. അതെ, നിന്റെ തരികിടകളൊന്നും കുഞ്ഞിനോട് വേണ്ട കേട്ടോ. നീ വലിയ അമ്മയൊന്നും ചമയണ്ട. നിനക്ക് അമ്മയാവാൻ പറ്റില്ല. കുഞ്ഞൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ കാർത്തിക് കുഞ്ഞുമായിട്ട് എൻ്റെ അടുത്ത് വന്നേനെ. ഓ, അത് നിറയെ പാല് പിടിച്ചതുകൊണ്ട് ഉറക്കമായിരിക്കും. കാർത്തി ആ മീനാക്ഷിയുടെ അടിമയാ. എന്തുകൊണ്ടാണാവോ കാർത്തി അവൾ അടിമയാക്കി വെച്ചിരിക്കുന്നത്? കുഞ്ഞിനോട് വലിയ വാത്സല്യമോ സ്നേഹമോ ഒന്നും എനിക്കില്ല. എങ്കിലും കുഞ്ഞ് എന്നോട് കാണിച്ചു തുടങ്ങിയ അടുപ്പം ഞാൻ മുതലാക്കും. കുഞ്ഞിനെ ഞാൻ തന്ത്രപൂർവ്വം വശത്താക്കും.
വൈകമോളെയും കൊണ്ട് ഞാൻ ഈ ചെമ്പകമംഗലം വിടും. അത് കാശിന് വേണ്ടി മാത്രമല്ല, മീനാക്ഷി കരയാനാ. മീനാക്ഷി കരയണം. ഇനി നിന്റെ നാശം നാശം. ഇപ്പൊ 2 മാസമായോ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട്? ഇല്ല, 2 മാസത്തിന് ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട്. ഇവക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 6 മാസം കഴിഞ്ഞില്ലേ, ഇനി ടിൻ മിൽക്കും മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങാം. അപ്പോ ബ്രസ്റ്റ് മിൽക്ക് പൂർണ്ണമായിട്ട് നിർത്തിയേക്കാം അല്ലേ ഡോക്ടർ? നിർത്തിയേക്കാം. അതന്ന് കുട്ടിയുടെ ഹെൽത്ത് വീക്കായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. എനിക്കറിയാം ആ കാര്യത്തിൽ കാർത്തിക് സാറിന്റെയും മീനാക്ഷിയുടെയൊക്കെ ഒരു മാനസികാവസ്ഥ. പിറന്നു വീണ കുഞ്ഞിനെ ഉപേക്ഷിച്ച് സ്വാർത്ഥ സുഖങ്ങൾ തേടിപ്പോയ ഒരമ്മയെ ഞാനും സപ്പോർട്ട് ചെയ്യില്ല. എനിക്കത് അംഗീകരിക്കാനാവില്ല ഒരിക്കലും. മുലപ്പാൽ നിർത്തിക്കോളൂ. നേരത്തെ കൊടുത്തിരുന്ന ടിൻപാൽ ഇനിയും കൊടുക്കാം. പെട്ടെന്ന് ബ്രസ്റ്റ് മിൽക്ക് നിർത്തുമ്പോ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ ഡോക്ടർ? അത് പിന്നെ മാറ്റം വരുമ്പോ കുട്ടിയുടെ ഇഷ്ടമില്ലായ്മ സ്വാഭാവികമല്ലേ. അതൊന്നും വകവയ്ക്കണ്ട. കുറച്ചു ദിവസം കൊണ്ട് അതൊക്കെ അങ്ങ് മാറിക്കോളും. ആ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. ഇവക്കേ യാതൊരു കുഴപ്പമില്ല. മിടിക്കുക. ധൈര്യമായിട്ട് വെക്കോ. താങ്ക് യു ഡോക്ടർ. ഓക്കെ. വാ. ഈ മീനാക്ഷി കാർത്തിയും ചുറ്റിച്ചുകൊണ്ട് കുഞ്ഞുമായിട്ട് എവിടെ പോയതാ? കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതല്ലേ? ഒന്നും അങ്ങോട്ടൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവൾക്ക് എന്തു പറ്റി? വക്രബുദ്ധി കൊണ്ട് ആരുടെ കുതികാല് വിട്ടണോന്ന് ആലോചിക്കുവാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.